ഇത് പടത്തിൻ്റെ പ്രൊഡ്യൂസർ സന്തോഷ് ടീമിലുള്ള ഇത് ഞങ്ങളിലൂടെയാണ് ഇത് എഴുതിയത്. രാജേഷ് രവി ബിജുവേട്ടനെ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമില്ല, അത് പാർവതി മൈൻഡ് ചെയ്യുന്നു. സിനിമയെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞു. ഇതൊരു ലോക്ക്ഡൗണിന്റെ തുടക്കത്തിലെ കാലത്ത് സെറ്റ് ചെയ്ത ഒരു കഥ. ഒരു ഹസ്ബൻഡും വൈഫും ബോംബെയിൽ തിരിച്ച് നാട്ടിൽ യാത്ര ചെയ്ത് വീട്ടിലെത്തി. പിന്നെ വീട്ടിലെ ഒരു കുറച്ച് ക്ലോസർ ലുക്കിൽ ആ വീട് ആക്ച്വലി എന്താണെന്ന് അറിയുന്ന ഒരു കഥയാണ് യൂസ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ് ജനറേഷൻ ബോംബെ എന്നുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ ഒരു ട്രാവലാണ്. ബിജുവേട്ടൻ, പാർവതി, ഷറഫുദ്ദീൻ, ഈ 3 പേരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ബാക്കി സിനിമ കണ്ടുള്ള വിലയിരുത്തലാണ് നമുക്ക് കാത്തിരിക്കുന്നത്. ചെയ്ത ക്യാരക്ടർ 72 വയസ്സുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുമ്പോൾ ഇന്റർവ്യൂ എടുത്ത പറഞ്ഞിരുന്നു, ഇങ്ങനെ സ്ക്രിപ്റ്റ് വന്നപ്പോൾ 40 വയസ്സുകാരൻ്റെ 72 വയസ്സുകാരൻ്റെ 2 പേരുടെ റോളുണ്ട്. അപ്പോൾ 40 വയസ്സുകാരനാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഡയറക്ടറാണ് പറഞ്ഞത് 72 വയസ്സുകാരൻ്റെ ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രീച്ചേട്ടനെ 72 വയസ്സുകാരൻ്റെ ആ ക്യാരക്ടറിലേക്ക് ഫിക്സ് ചെയ്യാനെങ്കിൽ ഒന്ന് തീരുമാനിക്കാൻ അങ്ങനത്തെ ഒരു അത് ഇത് ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റും? അത് അങ്ങനെ ഒരു റോള് ഒത്തിരി പോസിബിലിറ്റി ഉള്ള നല്ല ഒരു 2 നിലയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു വീണ്ടും ഒന്നുകൂടെ കണ്ടാലും വേറെ നിലയിൽ നിൽക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ. അതുപോലെ ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു ആക്ടർക്ക് ചലഞ്ചിങ് ആയിട്ട് വരും എന്നുള്ള റോൾ എന്ന നിലയിൽ ഒരു ഗൂഗിൾ ചെയ്യുന്നതാണ് ബേസിക്കലി. ഒരു ക്യാരക്ടറിന് പോയിട്ട് തന്നെ 3 വഴിക്ക് ഇത് ചെയ്താലെങ്കിൽ ഇത് ചോദിച്ചിട്ട് അത് ബിജുവേട്ടൻ അത് ഏറ്റെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അത് സംഭവിച്ചു. സിനിമയുടെ കഥയുമായിട്ട് ആദ്യം സംസാരിക്കുന്നത് ഞാനിതിലെ 40 വയസ്സിന് മുമ്പ് പ്രായമുണ്ട് റോയ് എന്ന കഥാപാത്രമായിരിക്കുന്ന ധാരണയിലാണ് ഞാനത് ഫോളോ ചെയ്യുന്നത്. സാധനം കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സാനുവിൻ്റെ അടുത്ത് വന്നത് ഏത് ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ റോയ് എന്നുള്ള ക്യാരക്ടർ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ, പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറും വരാനുള്ള 22 വയസ്സുകാരെയുള്ള ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ടെൻഷൻ എന്ന് പറയുമ്പോൾ ഈ ഭയങ്കരമായിട്ടുള്ളൊരു മേക്ക് ഓവർ ഉണ്ടാവണം, ഭയങ്കര നാടകീയമായിട്ട് തോന്നുന്നു, ആക്സിഡൻസ് പോലെയൊക്കെ ഫീൽ ചെയ്യും, എന്തൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ സാനു കൂടെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറയും. പിന്നെ സാനു അതിൻ്റെ കുറേ സ്കെച്ചുകളൊക്കെ വരച്ച് ചെയ്യും. പിന്നെ എനിക്ക് പേഴ്സണലി ഒരു 3-4 ദിവസം എടുത്തു അങ്ങനെ തീരുമാനമെടുക്കാൻ. കാരണം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നോർമൽ നമ്മുടെ ഒരു കയ്യിൽ നിൽക്കുന്നൊരു ഏജല്ല, അതിൻ്റെ ഒരു ഭയമുണ്ടായിരുന്നു. പക്ഷെ കുറേ ദിവസങ്ങൾ കഴിയുന്നതോടെ നമുക്കൊരു കോൺഫിഡൻസ് തരാൻ സാനുവാണെങ്കിലും എൻ്റെ ടീം അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുകയും എല്ലാം ചെയ്തതിന് ശേഷം ഒരു ക്യാരക്ടർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങി ഒരു 3-4 ദിവസം എടുത്ത് നമ്മുടെ ക്യാരക്ടറിലേക്ക് കയറാനായിരുന്നു. ചാനൽ സിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഏജിൻ്റെ ഒരു നടത്തം മെയിൻറ്റെയിൻ ചെയ്യണം. സിങ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ ശബ്ദ മോഡുലേഷൻ ശ്രദ്ധിക്കണമായിരുന്നു. പിന്നെ പല സ്ലാങ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒത്തുചേർന്ന് മോണിറ്ററിൽ കണ്ടിട്ട് വേണ്ട കറക്ഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഈ വരാൻ ഇതിലെത്തിയിട്ടുള്ളത്. പാർവതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഗ്യാപ്പൊക്കെ വരുന്നുണ്ട് സിനിമയുടെ ഇടയിൽ. സെലക്റ്റീവ് ആയതാണോ കുറച്ചുകൂടെ നല്ല സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ പാർവതി? അത് മുമ്പത്തെ പോലെ തന്നെ തുടക്കം പോലെ തന്നെ ഞാനിങ്ങനെ സെലക്റ്റീവ് എന്നുള്ള വാക്കിനേക്കാളും കൂടുതൽ ശരിക്കുള്ള നമുക്ക് സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ടീം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഈ ഒരു കലാരൂപത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു ഡിസണൻസ് ഫീൽ ചെയ്താൽ ടീം മെമ്പേഴ്സിൻ്റെ കൂടെ അത് വല്ലാതെ അഭിനയത്തെ ബാധിക്കും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ടേക്ക് ഓഫിൽ ഞാൻ വർക്ക് ചെയ്തതാണ് മഹേഷിനൊപ്പം സാനുവിനൊപ്പം. ഇതിൽ മഹേഷാണ് എഡിറ്റ് ചെയ്ത് സാനുസ് ഡയറക്റ്റിങ്. അപ്പോൾ എനിക്ക് കഥ വായിച്ചപ്പോൾ ഷെർലി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനേക്കാളും കൂടുതൽ ഈ കഥയുടെ ഭാഗമാണ്, ഈ സ്ക്രിപ്റ്റിൻ്റെ എന്തായാലും ഭാഗമായി പറ്റും. പിന്നെ ഐ ഹാഡ് നോ ഡൗട്ട്സ് ലൈക്ക്
സാനു വിൽ പുട്ട് ടുഗദർ എ ടീം വിച്ച് വിൽ ബി പെർഫെക്റ്റ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ സമയം ഗ്യാപ്പ് വന്നത് കോവിഡ് കാരണം ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പാണ്. അപ്പം അത് തിയേറ്റർ തുറന്നു പറഞ്ഞാൽ തന്നെ 3 സിനിമകൾ ബാക്ക് ടു ബാക്ക് റിലീസാവുകയും ചെയ്തു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കലാകാരിക്കും ചിന്തിക്കാവുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ് 3 വ്യത്യസ്തമായിട്ടുള്ള ഫിലിംസ് റിലീസാവുക. പിന്നെ ബിജു ചേട്ടനൊപ്പവും ഷർഫിന് കൂടി അഭിനയിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അഗൈൻ ഇറ്റ്സ് എ ബ്രില്യൻറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ വളരെ ചുരുക്കമാണ് ചില സമയത്ത് ഒരു പടം തീർന്നു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ഇനി ഒന്നും കൂടെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ക്യാമറയ്ക്ക് മുമ്പ് നമുക്ക് അങ്ങനെ ഒരു ഫീലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് കോമൺ അങ്ങനത്തെ എക്സ്പീരിയൻസ് ടു ബി അത്രയും സൂപ്പർലേറ്റീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയി മാറുക എന്ന് പറയുന്നത് അത്ര കോമൺ അല്ല. സോ എങ്ങനെയുണ്ട് ഈ ആർക്കനെ സിനിമയുടെ കൂടി ഭാഗമായി നിൽക്കുമ്പോൾ ക്യാരക്ടർ ഉൾക്കൊള്ളുന്നതിൽ എത്രത്തോളം ഒരു ചലഞ്ചിങ് തോന്നുന്നുണ്ട് ആസ് ആൻ ആക്ടർ ഞാൻ പറഞ്ഞു, ഒരു സിനിമ കഴിയുന്തോറും ഒരു ബെറ്റർമെന്റ് ഉണ്ടാവണം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആദ്യകാലങ്ങളിലൊക്കെ കാര്യമായിട്ടൊന്നും സെലക്ട് ചെയ്യായിരുന്നു, സർവൈവലിൻ്റെ ഭാഗം കൂടെ ആയിട്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകെ ഞാൻ ഇപ്പിനും കോശിയും കഴിഞ്ഞ ശേഷം സച്ചി ഓർക്കർ, ഇപ്പിനും കോശിയും കഴിഞ്ഞ ശേഷം സച്ചി ഇനിയും ഒരുപാട് സീരിയസ് ആയിട്ടുള്ള റോൾസ് മാത്രം കഥാപാത്രങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറയും. പിന്നെ സച്ചി പോയി. അപ്പോൾ അതിനുശേഷം ഈ കോവിഡ് സീസൺ വന്നതിന് ശേഷം കുറച്ച് മാന്ദ്യമുണ്ടായിരുന്നു എല്ലാവർക്കും ഉള്ളതുപോലെ. കഥകൾ ഒരുപാട് കേട്ടു, കാരണം വലിയൊരു ബഡ്ജറ്റ് സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല ഈ സീസണിൽ. അപ്പോൾ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ചെയ്യാവുന്ന ചെറിയ കഥകളൊക്കെ ആയിട്ടുള്ള കുറേ കഥകൾ കേട്ടു. അപ്പം എനിക്ക് അത്ര ക്യാച്ചിയായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ അതിനുശേഷമാണ് സാൻവി ആർക്കറിയാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം മറ്റേ ക്യാരക്ടറായിരുന്നു ഉദ്ദേശിച്ചു. പക്ഷെ പിന്നെ സാനു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാൻ നമ്മൾ ആലോചിച്ചു. പിന്നെ ഏജോ കാര്യങ്ങൾ നോക്കാതെ മാക്സിമം പെർഫോം ചെയ്യുന്ന ആഗ്രഹിക്കുന്നു. അതിൽ നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സെലക്ട് ചെയ്യും. നല്ല കഥാപാത്രം കിട്ടിയ ഏജൊരു ബാറില്ല. പാർവതീനെ സംബന്ധിച്ച് ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് സമൂഹത്തിന് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് പാർവതിയുടെ സിനിമയിൽ ഉണ്ടാവാറുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർക്ക് ചർച്ച ചെയ്യേണ്ട രീതിയിലുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് സിനിമ കണ്ടിരുന്നോ? അല്ല, ഇനി കാണാനിരിക്കുന്ന പ്രേക്ഷകരോട്. അതെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമ്മൾ ഈ അടിവരയിട്ട് ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ഒരു പ്ലക്കാർഡിൽ പിടിച്ച് അങ്ങനെ ഒരു കഥയിൽ പറയുന്നത് ഒരു രീതിയാണ്. പക്ഷേ ഈ സ്ക്രിപ്റ്റിൽ വാട്ട് യു ക്യാൻ സീ ദ ബ്രില്യൻസ് ഓഫ് ദ സ്ക്രിപ്റ്റ് ഇസ് ദാറ്റ് കഥാപാത്രങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയാണ് ഈ കാലത്തിലെ രാഷ്ട്രീയം. അവരുടെ പറച്ചിലുകളിലും നിത്യജീവിതത്തിലും അതിങ്ങനെ പടർന്നു കിടക്കുകയാണ്. അപ്പം നമ്മളതിങ്ങനെ എടുത്ത് സ്പൂൺ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മളിൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ്. എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് ആയതുകൊണ്ട് നമ്മുടെ റിലേറ്റബിലിറ്റി ലെവൽ തന്നെ വേറെയാണ്. അപ്പോൾ എനിക്ക് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ചെയ്യുന്ന സിനിമകളിലൊക്കെ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഓരോരുത്തരുടെയും അത് സംവിധായകൻ്റെ ഒരു ഡിസിഷൻ ആയിരിക്കും. അത് എത്രത്തോളം മാക്സിമൈസ് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. അവരുടെ ഗ്രാമർ ഓരോന്നിലും വ്യത്യസ്തമായിരിക്കും. പക്ഷെ നമ്മുടെ കാലത്തിനെ മുദ്ര കുത്തുന്ന ഒരു തരത്തിലുള്ള ഫിലിം മേക്കിങ്ങിലും അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളുടെ ഭാഗമാവണമെന്ന് തന്നെയാണ് ഇനി മുമ്പോട്ടും എൻ്റെ ആഗ്രഹം. സോ ആർക്കറിയും ഡെഫിനറ്റ്ലി ആ രീതിയിൽ നമുക്കൊരു സൂപ്പർലേറ്റീവ് എക്സാമ്പിളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ല ഒരിക്കലും അല്ല. ഞാൻ ഇങ്ങനെ കിട്ടുന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അപ്പുറത്ത് അങ്ങനെ ഒരു സംഭവമായിട്ട് ഇല്ല. അങ്ങനെ ഒന്നുമില്ല. അത് ഒരു 10 വർഷം മുമ്പ് എഴുതിയിരുന്ന ഒരു വൺ ലൈൻ അത് ഏതാണ്ട് ഈ പരുവത്തിലല്ല. അത് റീഅഡാപ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ മാറ്റങ്ങളനുസരിച്ച് എനിക്ക് പറയാൻ താല്പര്യമുള്ള ഒരു കഥയുടെ വഴിയിലേക്ക് അതിനെ കൊണ്ടുവന്ന് റീറൈറ്റ് ചെയ്തതാണ് ബേസിക്കലി. അത് ഒരു 10 വർഷമായിട്ട് ഉള്ള ഒരു കഥയുടെ ഒരു ലൈനാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്രമാത്രം ക്ഷമയുണ്ടാവും. കാരണം ഈ സബ്ജക്റ്റ് ഓക്കെ, അത് ട്രീറ്റ് ചെയ്ത രീതി കുറച്ച് സ്ലോ ആയി പോയെന്നൊരു സംശയം. അത് എന്തും സ്ലോ ആയിട്ട് തോന്നുന്നത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിലുള്ള ഡീറ്റെയിൽ കണ്ടാൽ ആ സ്ലോനെസ് സത്യത്തിൽ പോകേണ്ടതാണ്. അതെനിക്ക് തോന്നുന്നത് കുറച്ച് ശ്രദ്ധയോടുകൂടി കാണുന്ന ഓഡിയൻസിന് അത് അത്ര സ്ലോ ആയിട്ട് തോന്നില്ല എന്നുള്ള ഒരു വിശ്വാസമാണ്. ഈ
ഈ 73 വയസ്സുകാരിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതോടൊപ്പം ഇത് സിംഗ് സൗണ്ടും കൂടിയാണ്. അപ്പോൾ ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ടാണ് അഭിനയിക്കുക, അത് സംഗതി പറയാം. പിന്നെ ബോഡി ലാംഗ്വേജിന്റെ അതൊക്കെ സത്യത്തിൽ ഒരു വാർദ്ധക്യത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള എന്താണ് ഒരു നിയോ റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് വിത്ത് സിംഗ് സൗണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം ഒരു പരീക്ഷണമാണ്. ഈ കഥാപാത്രം മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ഒരു 22 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ടെൻഷൻ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു മോശം അഭിപ്രായം പറയരുതെന്നുള്ള രീതിയിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാവുന്ന ആ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരെയൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു 70 മുകളിലുള്ള ആൾക്കാരൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അവരുടെ ഏജ് വെച്ച് അവരുടെ രൂപം വെച്ച് അവരുടെ ഏജ് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു രൂപമാറ്റം വേണം. അപ്പോൾ ആ രീതിയിലാണ് സാനു പാണ്ഡ്യൻ ഒരു അപ്പിയറൻസിലേക്ക് വരിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ധൈര്യം വരണം എന്നൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് എങ്ങനെയായിരിക്കും. അപ്പോൾ ഇവർ മോണിറ്ററിൽ കണ്ടിട്ട് ഇവരിനെ കറക്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ പോസ്റ്ററാണെങ്കിലും നടക്കുന്നതാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും ഈ പറഞ്ഞ മാതിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളതിലേക്ക് ചേർന്നു പറയും, എല്ലാവരും ബ്ലെൻഡായി, എല്ലാവരെയും സപ്പോർട്ടോടു കൂടിയാണ് ഒരു ക്യാരക്ടർ ഫുൾഫിൽ ചെയ്യാൻ പറ്റുക. പക്ഷെ എപ്പോഴും നമ്മൾ മോണിറ്റർ കണ്ടിട്ട് കറക്ഷൻസ് ചെയ്യുമായിരുന്നു, ചലഞ്ചിങ് ആയിരുന്നു. കുഴപ്പമില്ല വിശ്വസിക്കുന്നു. ആർക്കറിയാന്ന് പറയുന്ന ഒരു ടൈറ്റിലുമായിട്ട് പലതരത്തിൽ ബന്ധം വരുന്നുണ്ടല്ലോ ചിത്രത്തിന്. എല്ലാ ക്യാരക്ടേഴ്സിനും ആ അർത്ഥത്തിൽ ചിന്തിക്കുന്ന രീതിയിൽ പലപ്പോഴും നമ്മൾ തന്നെ ചിന്തിക്കുന്നത് ആർക്കറിയാം. ഇപ്പൊ ഷെർഫിന്റെ ക്യാരക്ടറാണെങ്കിലും പാർവതി ആണെങ്കിലും ബിജുവേട്ടനാണെങ്കിലും എല്ലാവർക്കും ഓരോ തരത്തിൽ ആർക്കറിയാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെയാണ് അതിനൊരു കൺസീവ് ചെയ്തിരിക്കുന്നത്? ഇത് ഒരു കാലഘട്ടത്തിന്റെ ഒരു സംഭവം ഉണ്ട്. ആർക്കറിയാം, പല കാര്യങ്ങളിലും ഇനി ഇത് എങ്ങോട്ടാണെന്ന് അറിയാത്ത ഒരു കാലഘട്ടം, അതിന്റെ ഒരു സംഭവമുണ്ട്. പിന്നെ ഒരു ലാർജർ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ്, തെറ്റും ശരിയും ഒക്കെ തമ്മിലുള്ള ഒരു ലാർജർ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട് ആർക്കറിയാം എന്നുള്ളത്. ആ ഒരു നിലയില അത് അതിനകത്ത് വരുന്നത്. ഇപ്പോൾ സംഭാഷണങ്ങളിൽ അത് വന്നിരിക്കുന്ന ആ സാഹചര്യത്തിൽ പിന്നെ ആ സംഭാഷണം പോകാവുന്ന കൃത്യമായ ഒരു റൂട്ടായിട്ടാണ് അവർ ആർക്കറിയാം എന്നുള്ള വാക്കൊക്കെ വന്നിരിക്കുന്നത്. ഇനീഷ്യലി ഈ പേര് തന്നെ ആയിരിക്കുമെന്ന് അറിയാത്ത സമയത്ത് പോലും അത് അതിനകത്ത് പടത്തിനകത്തുണ്ട്. എൻഡ് എന്ന് പറയുന്നത് ഒരു ക്രൈമിനെ ന്യായീകരിക്കുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തിൽ അത് ഓക്കെ ആണെന്ന രീതിയിൽ, അവർക്ക് കുഴപ്പമില്ലെന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയാണല്ലോ. ഇനിയും വരും തലമുറക്ക് കൊലപാതകം ചെയ്യാനുള്ള പ്രചോദനമാവുമല്ലോ. അതിൽ ആ രീതി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡയലമ എഴുതുന്ന സമയത്ത് നമുക്ക് വന്ന ഒരു ഡയലമയാണ്. അതിന് ഒരു പടി കടന്ന് ചിന്തിച്ചാൽ അതിനൊരു അറ്റോൺമെന്റ് എവിടെയോ പടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. പക്ഷെ ഈ ചോദ്യം എല്ലാ സമയത്തും നമുക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്, ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. ബിജുവേട്ടനായാലും പാർവതിയായാലും ഷറഫുദ്ദീൻ്റെ കാസ്റ്റിംഗ് അതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകത തോന്നിയ ഒന്ന് ബിജുവേട്ടനുണ്ട്, അതുപോലെ ഷറഫുദ്ദീൻ്റെ കാസ്റ്റിംഗ്. കാരണം ഈ ഒരു ക്യാരക്ടറിന് വേറെ ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് ഷറഫുദ്ദീൻ എന്ന് പറയുന്നത്? കാരണം ഇതുവരെ കാണാത്ത, അല്ലെങ്കിൽ ആദ്യം ഹ്യൂമറിൽ തുടങ്ങി ഇപ്പോൾ റോളുകളെല്ലാം മാറി മാറി ഡിഫറെൻറ്റ് ടൈപ്സ് ഷറഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷറഫിൻ്റെ കരിയറിൽ ഒരു ബെസ്റ്റ് ഒരു ക്യാരക്ടർ വന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഷറഫുദ്ദീനെ ഇതിലേക്ക് ഓപ്റ്റ് ചെയ്തു? അല്ലാതെ ഷറഫായിട്ട് കുറച്ച് സംസാരിച്ച് കുറച്ച് ഇതിനെപ്പറ്റി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ അതിൽ നിന്നൊരു ഷറഫിനെ കൊണ്ട് അതിൽ നിന്നൊരു നല്ലൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞിട്ടാണ് സംഭവം നടക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം വേറൊരു ഷറഫ് ചെയ്യാത്ത ടൈപ്പ് ഒരു റോള് ചെയ്യുന്നതിൻ്റെ ചലഞ്ച് അത് അയക്കൊണ്ട്, പിന്നെ വേറൊരു തരം ക്യാരക്ടർ ഉൾക്കൊള്ളാനും അത് പോർട്രേ ചെയ്യാനുള്ള രസം, അത് പിന്നെ വേറൊരാൾ നമ്മൾ കാണാത്ത ഒരാളിലൂടെ ആ ഒരു ലീഡ് റോള് കാണുന്ന, അങ്ങനെ ഒരു റോൾ ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരാളിലൂടെ കാണുന്നതിൻ്റെ ഒരു രസം, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് ഷറഫിനെ കാസ്റ്റ് ചെയ്യാനായിട്ട്. പാർവതി കഥയൊക്കെ നേരത്തെ യഥാർത്ഥത്തിൽ ബിജു ചേട്ടനാണ് 73 വയസ്സുകാരനായിട്ട് അഭിനയിക്കുന്നതെന്ന് ഒരു സ്വയമായിട്ട് എങ്ങനെയാണ് പുള്ളി അത് പ്ലേ ചെയ്യാന്നുള്ളൊരു സംശയം, എങ്ങനെയായിരിക്കും അത് ചെയ്യാന്നൊരു ഇത് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ടാവും. അപ്പൊ ആ സീൻ സംഗതി 7 ദിവസത്തിന് ശേഷമാണ് സെറ്റിൽ പാർവതി എത്തുന്നത്. അപ്പോഴേക്കും ബിജു ചേട്ടൻ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ 73കാരനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഞാൻ പറഞ്ഞില്ല, കുറച്ച് റെയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഒന്നാമത് ഞാൻ സ്ക്രിപ്റ്റിൽ ഭയങ്കരമായിട്ട് എനിക്ക് വിശ്വാസമാണ്. അതിൻ്റെ കാസ്റ്റിംഗ് എസ്പെഷ്യലി അതിനെപ്പറ്റി സംസാരിച്ച സമയത്ത് ഇതേപോലെ ബിജുചേട്ടനോട് 2 ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഡിസ്കഷനെ പറ്റിയിട്ട് ഞാൻ പ്രിവ്യൂ ആയിരുന്നു.
പക്ഷേ ഷർഫു റോയ് എന്ന് പറഞ്ഞ കഥാപാത്രം ഷർഫു ആയിരിക്കും എന്നുള്ളതിൻ്റെ ഡിസിഷൻ അപ്പോഴും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി വെൻ ഇറ്റ് കെയിം ഇൻ ടു പ്ലേസ് എനിക്ക് തന്നെ ഭയങ്കര പുതുമയെന്ന് തോന്നി. ഫ്രം ഒരു ഒബ്ജക്റ്റീവായിട്ട് നോക്കുമ്പോൾ ബിജുവിനോട് ഞാൻ വർക്ക് ചെയ്തില്ല, ഷർഫിൻ്റെ കൂടെ ഞാനൊരു ക്യാമിയോ ഹലാൽ സ്റ്റോറി ചെയ്തു എന്നുള്ളൂ. പക്ഷേ ഇതിൽ ഈ ഒരു ജുഗൽബന്ദിയാണല്ലോ ഈ 3 കഥാപാത്രങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങി പോകുന്നത്. അപ്പം ആ ഒരു ഡൈനാമിക് എങ്ങനെയായിരിക്കും ഓൺ സെറ്റ് എന്നുള്ളതിനെ പറ്റി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇതുവരെ ഓൺ സെറ്റ് ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ബിജുവായിട്ട് ഇപ്പം നടക്കുന്ന കാണുമ്പോൾ ഞാൻ ഞെട്ടാറുണ്ട് സത്യം പറഞ്ഞാൽ. ലൈക്ക് ബിക്കോസ് ഈസ് നോർമലി വാക്കിങ്. പക്ഷെ ഞാൻ ബിജുവാട്ടിനെ ഇട്ടവരെയായിട്ടേ കണ്ടിട്ടുള്ളൂ. വെരി റെയർലി ഞാൻ സെറ്റിൽ ഞാൻ എത്തുമ്പോഴത്തേക്കും ബിജുവാട്ടിന് ഇട്ടവരെ ആയിട്ടുണ്ടാവും. ഞാൻ മിക്കവാറും എനിക്ക് പാക്കപ്പ് ആകുമ്പോൾ ബിജുവാട്ടൻ മേ ബി ഒരു 1-2 ഷോട്ട് ബാക്കിയുണ്ടാവും. അപ്പോൾ ബിജുവാട്ടനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി കൂടുതലും ഇട്ടവരെയായിട്ടാണ് കണ്ടത്. പിന്നെ പ്രൊമോഷനിലൊക്കെയാണ് ബിജുവാട്ടൻ്റെ ശരിക്കുള്ള ഒരു രൂപത്തിൽ ഞാൻ കണ്ടത്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ആ സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് പോസിബിൾ ആയിരുന്നു. അത് എന്നെ ഒരുപാട് എൻ്റെ കഥാപാത്രത്തിൻ്റെ സ്പേസിൽ നിൽക്കാനും പിന്നെ എനിക്ക് തോന്നുന്നു എവിടെയൊക്കെ ഞാൻ ബിജുവാട്ടിനെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അപ്പം ഒരു പത്രമൊക്കെ വായിച്ചിരിക്കുന്ന ഷോട്ടിൽ ബിജുവാട്ടൻ ഇട്ടവരെയായിട്ട് സംസാരിച്ചിടുമ്പോൾ ഞാനും ആ മകളുടെ ഒരു സ്പേസൊക്കെ ഒരു അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ കാണുന്ന ഒരു സഹജമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഒരുമിച്ച് അടുക്കളയിൽ പാത്രം കഴുകുന്നതും അപ്പം ഉണ്ടാകുന്ന സംസാരങ്ങളും പത്രം വായിച്ചിരിക്കുക എന്നുള്ളതൊക്കെ ഞാനും എൻ്റെ അച്ഛനൊക്കെ ആയിട്ട് അങ്ങനത്തെ മൊമെൻറ്റ്സൊക്കെ സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ എനിക്ക് വിശ്വാസക്കുറവ് സംശയമൊന്നും ആയിരുന്നില്ല. ഞാൻ ആക്ച്വലി ഭയങ്കര ഓസ്ട്രക്കായിട്ട് കണ്ടൊരു പ്രോസസ്സാണ്. പിന്നെ ബിജുചേട്ടനെ പോലെ അത്രയും വെറ്ററൻ ആയിട്ടുള്ളൊരു ആക്ടറും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഒരു വലിയ ലെസണാണ്. നോട്ട് ദാറ്റ് ഹി വാസ് മേക്കിംഗ് മിസ്റ്റേക്സ്, പക്ഷേ ദ ഫാക്ട് ദാറ്റ് ഹീസ് എ വെരി ഗുഡ് സ്റ്റുഡൻറ്റ്. സോ ഞാനൊരു ടേക്കിനൊക്കെ ഒരു 10-18 ടേക്കൊക്കെ ഒരു ഷോട്ടിന് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്കിങ്ങനെ എത്ര നമ്മൾ സേഫ് ആണെന്ന് വിചാരിച്ചാലും ഒരു ചെറിയൊരു എംബാരസ്മെൻറ്റ് നമുക്ക് തോന്നി തുടങ്ങും. അപ്പം എവറി ടൈം ഹീ സീസ് ഒന്നുകൂടെ പോയി നോക്കാമെന്ന് പറയുമ്പം for me it's like okay you can also do the same thing, so you don't have to feel embarrassed. So yeah, it's a great experience. ഈ വാർദ്ധക്യത്തിനെ കാത്തിരിക്കുന്ന ആളുകൾ സത്യത്തിൽ ഒറ്റപ്പെടലിന്റെ ഏകാന്തത വളരെയായിട്ട് വിരസമായിട്ടൊക്കെയാണ് ആസ്വദിച്ച് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ചിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ഇനി വരാൻ പോകുന്ന ഒരു ഒറ്റപ്പെടലിന്റെ കാലഘട്ടത്തിന് പോലും തയ്യാറെടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിനെ പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ച് എന്താണ്? എനിക്ക് അറിയാവുന്ന പ്രായമുള്ള കുറേ ആൾക്കാരുടെ ക്യാരക്ടറുകളൊക്കെ ചേർന്ന ഈ ഒരു ക്യാരക്ടർ ഉണ്ടാകുന്നത്. അതിൽ ഈ ഓൾഡ് ഏജിൽ സ്ട്രോങ്ങർ ആകുന്ന ഇപ്പം എനിക്ക് 80 വയസ്സിന് മേലുള്ള പേരൻസ് ഉണ്ട്. അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ഹെൽപ്പുണ്ട്, പക്ഷെ ബാക്കി കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ്. അങ്ങനത്തെ എനിക്കറിയാവുന്ന സ്ഥലങ്ങളിൽ നിന്നും അറിയാവുന്ന ആൾക്കാരിൽ നിന്നൊക്കെ ഉള്ള ക്യാരക്ടർ അതിൻ്റെ ഒരു റിയലിസം അത്. നേരത്തെ പാർവതി സൂചിപ്പിച്ച സംഗതി ഈ സ്ത്രീകൾക്ക് ഇരിപ്പിടം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം മലയാള സിനിമയിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കും സ്ത്രീകൾക്ക് നടുക്കിരുത്താൻ വേണ്ടി ഇവിടുത്തെ ഇൻഡസ്ട്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നുന്നു. അത്രയ്ക്ക് കുഴപ്പക്കാരൊന്നും അല്ലല്ലേ നമ്മുടെ തലതൊട്ടപ്പം? ഒരു rhetorical question ആണ് സത്യം പറഞ്ഞാൽ. You've answered it yourself. കൊറോണ കാരണം കുറച്ച് ഡല്ലായിരിക്കുന്ന മേഖലയാണ് ഇപ്പോൾ സിനിമ. നാട്ടിലുള്ളവന്മാർ വരുന്നുണ്ട്, പക്ഷേ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആയ ഒരു സമയത്ത് അപ്പം ആർക്കറിയാമെന്നുള്ള പടം പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായ ഒരു ഫാക്ടർ എന്താണ് ഈ പ്രചോദനമായിട്ടുള്ളൊരു കാര്യം? ഈ സാനും ഞാനും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചാണ്, ഇപ്പുറത്തും ഇരുന്ന് പഠിച്ചാണ്. 31-32 വരെ ഞങ്ങളുടെ റോൾ നമ്പേഴ്സ്. അത് ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി നാളായിട്ട് ഞാൻ സാനിനോട് നമുക്കൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് ആൻഡ്രോയിഡ് കഴിഞ്ഞപ്പോൾ സാനു ക്യാമറ മാനായിട്ട് വരുന്നത്. സാനു പൊതുവെ ഒരു മടിയനാണ്. കാരണം ഈ തെലുങ്ക് പടത്തിലൊക്കെ നല്ല പൈസയും കിട്ടും, ഹിന്ദി പടത്തിൽ നല്ല പൈസ കിട്ടും, കറക്റ്റ് സമയം ജോലി ചെയ്താൽ സുഖമായിട്ട് റെസ്റ്റും കിട്ടും. അതുകൊണ്ട് കഥ എഴുതാനോ ഡയറക്റ്റ് ചെയ്യണമെന്നും പുള്ളിക്ക് താല്പര്യം വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണയ്ക്ക് ഇവൻ സാനു വീട്ടിൽ വന്ന് പെട്ടത് പുതുപ്പള്ളിയിൽ. ഞാൻ പുള്ളിയുടെ വീട്ടിൽ ചെന്ന് പുള്ളിയോട് പറഞ്ഞു നമുക്കൊരു സിനിമയുടെ കഥ എഴുതണ്ടേ. എന്നും കഥ പറയുന്ന ഓരോ ഡയറക്ടേഴ്സും ഓരോ കഥ എഴുത്തുകാരും പുള്ളിയുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും ഈ ക്യാമറ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഞാൻ പറഞ്ഞ് പുള്ളിയെ മനസ്സിലാക്കി, നീ ഒരു സിനിമ എന്തെങ്കിലും എടുത്തില്ലെങ്കിൽ നീ എന്നും ക്യാമറമാനായിട്ട് തന്നെ നിൽക്കും. അങ്ങനെ മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സിനിമ എടുക്കാൻ. അങ്ങനെ ഒരു
ഇതൊരു ഇതിനകത്തൊക്കെ നമുക്കൊരു വിശ്വാസം എന്ന് പറയുന്ന കാര്യം ഇപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമ എടുക്കുന്ന സമയത്ത് വലിയൊരു റിസ്ക്കാണ് നമ്മൾ എടുത്തത്. മഹേഷിൻ്റെ പ്രതികാരം ഞങ്ങൾ എടുക്കുന്ന സമയത്ത് വലിയ റിസ്ക്കാണ് എടുക്കുന്നത് അല്ല, ആ കഥ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ സിനിമ എന്ന് പറയുന്നത് റിസ്ക് ഇസ് ക്യാഷ് എന്നാണ് സാറിന് ചീട്ട് കളിക്കാർ പറയുന്നതാണ്. ഞാൻ ചീട്ട് കളിക്കാരനല്ല, എന്നാലും പറയാണ് റിസ്ക് ഇസ് ക്യാഷ് എന്നാണ്. ക്യാഷ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നല്ല സിനിമകൾ എടുക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് സാനുവിനെ പോലെയുള്ള രതീഷ് പൊതുവാളിനെ പോലെയുള്ള ദിലീഷ് പോത്തനെ പോലെയുള്ള എൻ്റെ പാർട്ണറാണ് ആഷിഖുമിനെ പോലെയുള്ള ഡയറക്ടേഴ്സിനെ വെച്ച് സിനിമ എടുക്കാൻ നമ്മൾക്ക് താല്പര്യപ്പെടുന്നു. ഈ കോവിഡ് പശ്ചാത്തലമാക്കിയിട്ടാണല്ലോ യഥാർത്ഥത്തിൽ അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇത് മോസ്റ്റ്ലി എനിക്കുണ്ടായ റിയാലിറ്റിയാണ്. ഈ ബോംബെയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന കപ്പിൾ എന്ന് പറയുന്നത് ഇത് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. ഇത് ലോക്ക്ഡൗണിൻ്റെ ആദ്യത്തെ കാലഘട്ടത്തിൽ അത് അന്നത്തെ ഒരു ഞാൻ അനുഭവിച്ച ഒരു സംഭവം അതിനകത്ത് സെറ്റ് ചെയ്ത് വീട്ടിൽ വരുന്നത് വരെയുള്ള സംഭവം എൻ്റെ ഡയറക്റ്റായിട്ടുള്ള അറിവിൽ നിന്നുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥ പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷന് ഏതോ ഒരു മനുഷ്യൻ ഒരു മുകളിൽ നിന്ന് കണ്ട ഒരു വ്യൂ, ബാക്കി ഇത് ലോകത്ത് പരക്കുന്ന ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരാളുടെ പേഴ്സണലായിട്ട് അയാൾ പോയ പോക്കിലായി എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ള ഒരു പോയിന്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ രീതിയിൽ എഴുതി തുടങ്ങി. പിന്നെ ഇതൊരു ഇവോൾവിങ് പ്രോസസ്സാണല്ലോ. ഇത് പടമായി തീരുന്നത് പല ആൾക്കാർ വന്നു ചേർന്ന് പല ഒപ്പീനിയൻ വന്നു ചേർന്ന് ഒരുതരം കൊലാബറേഷൻ ആണല്ലോ. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് വന്ന ഒരു സംഭവം. ആദ്യം തന്നെ ഈ ത്രില്ലർ എലമെന്റ് ഇതിനകത്ത് അവതരിപ്പിക്കണമെന്ന് തന്നെ ഉണ്ടായിരുന്നു. അത് അതെ ഒരു അതാ ഇനീഷ്യലി ഉള്ള ഒരു തോട്ട് തന്നെ. അത് അങ്ങനെ ഒരു കഥ തുടങ്ങിയിട്ട് എങ്ങോട്ട് പോകാമെന്നുള്ള ഒരു ചിന്തയിൽ അത് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലൈൻ അതിൽ ഇൻഫ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഏച്ചു വെച്ച പോലെ ഇരിക്കാതെ ഒരു കഥ എഴുതി തീർക്കാനുള്ള അങ്ങനെ ഒരു അറ്റംപ്റ്റ് അത് അതായിപ്പോൾ ഈ പരുവത്തിലേക്ക് നിൽക്കും. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ടീമിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിരിക്കുന്ന നമ്മുടെ മലയാളികൾക്ക് അങ്ങനെ അറിയാത്ത അറിയാൻ പക്ഷേ നമ്മൾ മലയാളത്തിൽ അങ്ങനെ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ടെക്നിക്കൽ ടീമിനെ അസംബിൾ ചെയ്തത്? ഇതിൽ ടെക്നിക്കൽ ടീം നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി എല്ലാവരും നേരത്തെ ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഇപ്പം രതീഷ് പൊതുവാളാണെങ്കിലും ജ്യോതിഷ് ശങ്കർ ആണെങ്കിലും അല്ലെങ്കിൽ മഹേഷ് ആണെങ്കിലും എല്ലാം അടുത്ത കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ബേസിക്കലി കൂട്ടുകാർ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്ന സഞ്ജയ് എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ കൂടെ ഒത്തിരി പരസ്യങ്ങൾക്ക് ഒത്തിരി മ്യൂസിക് ചെയ്തിട്ടുള്ള കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. അതും ഇതുപോലെ തന്നെ നമ്മൾ കംഫർട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഈ കഥ മനസ്സിലാക്കുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഉദ്യമത്തിൽ അങ്ങനെ അയാളെ കൊണ്ട് ചെയ്യിച്ചതാണ്. അത്രയുള്ള ഇതിനകത്ത് സംഭവം. ആഷിഖിനോടാണ് ഈ സിനിമയായിട്ട് എങ്ങനെ സഹകരിക്കാൻ കഴിഞ്ഞു? നമ്മുടെ ഐഡിയ സന്തോഷേട്ടനാണ് എൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ ഐഡിയ കേട്ടപ്പോൾ തന്നെ ഒരു 4 വരിയിൽ തന്നെ ഇതിൻ്റെ എന്താ പറയുന്ന ഒരു ക്രക്സാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഓബിയസ്ലി സാനു, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും, ആക്ടേഴ്സ്, പിന്നെ ബീച്ചേട്ടനാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി ഏറ്റവും എൻ്റെ ഫേവറേറ്റ് നടന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ബിജുവേട്ടനായിരുന്നു എക്സൈറ്റ്മെൻറ്റ്. അദ്ദേഹം ഇതെങ്ങനെ ഈ പ്രായമായ കുട്ടിയെ അവരെ അവതരിപ്പിക്കുന്നുള്ളതായിരുന്നു. പിന്നെ എന്താ ഉറപ്പായിട്ടും ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലും ഇതൊരു വെൽ ഷോട്ട് സിനിമയാണ്. അപ്പോൾ ഈ ടീമിൽ തന്നെയുള്ള വിശ്വാസം തന്നെയായിരുന്നു എന്നെ ഈ അതിനകത്തോട്ട് കൊണ്ടുവന്നത്. നാരദൻ ജൂലൈ